ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി.ജെ.പിക്ക് നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ബി.ജെ.പിക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് തൃശൂർ. സുരേഷ് ഗോപിയും പ്രവർത്തകരും ഏറെ പ്രതീക്ഷയോടെയാണ് ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പായ തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തൃശൂരിൽ ബി.ജെ.പി വിജയം കരസ്ഥമാക്കുമെന്ന് പാർട്ടി വിലയിരുത്തിയിരുന്നു. തൃശൂർ, ഇരിങ്ങാലക്കുട, നാട്ടിക നിയോജക മണ്ഡലങ്ങളിലെ വൻ മുന്നേറ്റമായിരിക്കും സുരേഷ് ഗോപിയെ വിജയത്തിലേക്ക് നയിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. ഹിന്ദു വോട്ടുകളുടെ ആധിക്യമുള്ള തൃശൂർ നിയോജക മണ്ഡലത്തിൽ 10,000 വോട്ടുകളുടെ മുന്നേറ്റം സുരേഷ് ഗോപിക്ക് ഉണ്ടാകുമെന്നാണ് ബി.ജെ.പി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. മത്സ്യത്തൊഴിലാളികൾക്ക് മുൻതൂക്കമുള്ള തീരദേശ മണ്ഡലമായ നാട്ടികയിൽ ഏകദേശം 5,000 വോട്ടുകളുടെ മുന്നേറ്റം സുരേഷ് ഗോപിക്ക് ഉണ്ടായേക്കാം. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുള്ള കരിവന്നൂരിലും ബി.ജെ.പിക്ക് അനുകൂലമായ വോട്ടുകൾ മറിഞ്ഞേക്കാം. ഇവിടെയും സുരേഷ് ഗോപി 5,000 വോട്ടുകളുടെ വരെ ഭൂരിപക്ഷത്തിൽ മുന്നേറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. മണലൂർ, പുതുക്കാട് മണ്ഡലത്തിലും പ്രതീക്ഷകളുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ വോട്ടുകൾ ഉയർത്താൻ സഹായകമായ ഘടകം. കൂടാതെ തൃശൂരിലെ നിരവധി ജനങ്ങൾക്ക് സഹായങ്ങൾ നൽകിയിട്ടുമുണ്ട്. ക്രിസ്ത്യൻ, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് സഹായമെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ വോട്ട് വർദ്ധിക്കാനുള്ള സാധ്യത അവിടെ കാണാനുണ്ട്. 2019 തന്നെ തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, മണലൂർ മണ്ഡലങ്ങളിൽ 30,000 മുതൽ മുകളിലേക്ക് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ഇത്തവണ ഇത് ഇരട്ടിയാവാനുള്ള സാധ്യത തള്ളിക്കളയാനും ആവില്ല. ഇതുകൂടാതെ ഗുരുവായൂർ, നാട്ടിക മണ്ഡലങ്ങളിലെ CPM വോട്ടുകൾ ബി.ജെ.പിക്ക് മറിഞ്ഞു എന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ വിജയപ്രതീക്ഷ ഇരട്ടിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.